മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടാതെ പുഴുങ്ങിയെടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാണ്. എങ്ങനെയാണ് മുട്ടേനെ പൊട്ടാതെ പുഴുങ്ങിയെടുക്കേണ്ടതെന്ന്. നമസ്കാരം, രാജീസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇവിടെ ഞാനൊരു പാത്രത്തിൽ 3/4 പാത്രം വെള്ളം എടുക്കുകയാണ്. മുട്ട മുങ്ങാനുള്ള വെള്ളം വേണം. ഫ്ലെയിം ഈ സമയത്ത് നമുക്ക് ലോയിൽ വയ്ക്കാം. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ താഴെ ഒരു കോട്ടൻ്റെ കർച്ചീഫോ അല്ലെങ്കിൽ ആ അളവിലുള്ള ഒരു കോട്ടൻ്റെ ടവലിനെ മടക്കിയിട്ട് വിരിച്ചു കൊടുക്കാം. വേവിക്കാനുള്ള മുട്ടേനെ പതുക്കനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കാൻ മെയിനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളം വന്നിട്ട് ഉപ്പ് വെള്ളത്തിൽ പെട്ടെന്ന് അത് വെന്ത് കട്ടിയാവും. അപ്പോൾ മുട്ട ഒലിക്കാനുള്ള ചാൻസ് കുറച്ച് കുറഞ്ഞ് കിട്ടും. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മുട്ടേനൊന്ന് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് ആകുമ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്തിടാം. മുട്ടേനെ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, മുട്ടയുടെ തോട് ഒട്ടും ക്രാക്കായിട്ടില്ല. നമുക്ക് പെർഫെക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തോട് കളഞ്ഞ് നോക്കാം. അപ്പോൾ തോട് കളയാനും ബുദ്ധിമുട്ടില്ല, നല്ല എളുപ്പത്തിൽ തോട് കളയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ മുട്ടയുടെയും തോട് കളഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. അപ്പോൾ നിങ്ങൾ മുട്ടേനൊന്ന് നോക്കൂ, തീരെ അതിൻ്റെ മേലെ ക്രാക്കൊന്നും വീഴാതെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ എന്ന് വേണം ഒന്ന് നോക്കാൻ. അപ്പോൾ അതിന് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ കത്തി വെച്ചിട്ട് മുട്ടേനെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് നോക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുഴുങ്ങിയാൽ തീർച്ചയായിട്ടും മുട്ടേനെ നിങ്ങൾക്ക് പൊട്ടാതെ എപ്പോഴും പുഴുങ്ങിയെടുക്കാവുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ, മുട്ട എപ്പോഴും തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കരുത്. തണുത്ത വെള്ളത്തിൽ പാത്രത്തിൻ്റെ താഴെ ഒരു കോട്ടൻ്റെ തുണി വിരിച്ചിട്ട് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം മുട്ട പുഴുങ്ങുക. തുറന്ന് വെച്ചിട്ട് വേണം പുഴുങ്ങാൻ. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പുഴുങ്ങിയിട്ട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുട്ട പുഴുങ്ങിയാൽ തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾക്ക് പൊട്ടാതെ തന്നെ മുട്ടേനെ പുഴുങ്ങിയെടുക്കാം. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.